ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ NCDC പാർലമെന്റിന്റെ നിയമപ്രകാരം 1963 മാർച്ചിൽ NCDC സ്ഥാപിതമായി. ഭാരത സർക്കാരിന്റെ സഹകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു നിയമാനുസൃത സ്ഥാപനമെന്ന നിലയിൽ സഹകരണ മേഖലയുടെ വികസനത്തിനും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. अमृतकाल में देश के गांव, देश के किसान के सामर्थ्य को बढ़ाने के लिए अब देश के कोऑपरेटिव सेक्टर की भूमिका बहुत बड़ी होने वाली है. सरकार और सहकार मिलकर विकसित भारत, आत्मनिर्भर भारत के संकल्प को ഡബിൾ മജബൂത്തി ദേംഗെ. ഈ സ്ഥാപനം ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാര്യാലയം, വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 18 റീജിയണൽ ഓഫീസുകൾ, 9 സബ് റീജിയണൽ ഓഫീസുകൾ, പരിശീലന അക്കാദമി, ലിനാക് എന്നിവയിലൂടെ രാജ്യത്തുടനീളമുള്ള സഹകരണ വികസനത്തിന് എപ്പോഴും തയ്യാറാണ്. കോർപ്പറേഷന്റെ പ്രധാന ലക്ഷ്യം ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും വിളവെടുപ്പിന് ശേഷമുള്ള സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനുമായി കാർഷിക സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. കോർപ്പറേഷൻ കാർഷിക വിപണനവും നിക്ഷേപവും, സംസ്കരണം, സംഭരണം, ശീതീകരണ ശൃംഖല, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം, വിത്തുകൾ, വളം, മറ്റ് കാർഷിക നിക്ഷേപങ്ങൾ തുടങ്ങിയ പരിപാടികൾക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു. കോർപ്പറേഷൻ ഡയറി, കന്നുകാലി, കൈത്തറി, പ്രാണി വളർത്തൽ, കോഴി വളർത്തൽ, മത്സ്യബന്ധനം, പട്ടികജാതി പട്ടികവർഗം, വനിതാ സഹകരണ സംഘങ്ങൾ തുടങ്ങിയ കാർഷികേതര മേഖലകളിലെ ദുർബല വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകി സഹകരണ സംഘങ്ങളിലൂടെ വരുമാനമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. യുവാക്കളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണത്തിനായി യുവ നന്ദിനി സഹകാർ പദ്ധതികളും ആരോഗ്യത്തിനും ക്ഷീരവികസനത്തിനുമായി ആയുഷ്മാൻ ക്ഷീര സഹകരണ പദ്ധതികളും കോർപ്പറേഷൻ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ NCDC സഹകരണ മേഖലയുടെ വികസനത്തിനായി ഭാരത സർക്കാരിന്റെ എല്ലാ മന്ത്രാലയങ്ങളുടെയും അനുബന്ധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതായത് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ FPO, ഫിഷ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ FFPO, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന, കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട്, പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് ഇൻഡസ്ട്രി അപ്ഗ്രഡേഷൻ സ്കീം, നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ മുതലായവ. ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രിയുടെ ഊർജ്ജസ്വലമായ നേതൃത്വത്തിൽ NCDC ഓരോ ദിവസവും പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. NCDC സഹകരണ സ്ഥാപനങ്ങൾക്ക് സഞ്ചിതമായി 3,32,000 കോടിയിലധികം രൂപയുടെ ധനസഹായം നൽകിയിട്ടുണ്ട്. കൂടാതെ 2023-24 സാമ്പത്തിക വർഷത്തിൽ കോർപ്പറേഷൻ 60,000 കോടി രൂപയിലധികം വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് 2022-23 സാമ്പത്തിക വർഷത്തേക്കാൾ ഏകദേശം 46% കൂടുതലാണ്. NCDC അതിന്റെ തുടക്കം മുതൽ എല്ലാ വർഷവും ലാഭം നേടിയിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ NCDCയുടെ നെറ്റ് NPA 0 അതോടൊപ്പം 99.67% ലോൺ റിക്കവറിയോടെ NCDC 527.34 കോടി രൂപ അറ്റാദായം നേടി. കോർപ്പറേഷൻ ലക്ഷ്മണ റാവു ഇനാംദാർ നാഷണൽ കോഓപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അക്കാദമി ലിനാക് മുഖേന സഹകരണ സംഘങ്ങളുടെ ശാക്തീകരണത്തിനായി തുടർച്ചയായി പരിശ്രമിക്കുന്നുണ്ട്. ലിനാക്കും റീജിയണൽ ട്രെയിനിംഗ് സെന്ററുകളും ചേർന്ന് മൊത്തം 194 പരിശീലന പരിപാടികൾ നടത്തി. അതിൽ 11,800-ലധികം പേർക്ക് പരിശീലനം നൽകി. സഹകരണ മന്ത്രാലയത്തിന്റെ രൂപീകരണത്തിന് ശേഷം ദേശീയ സഹകരണ വികസന കോർപ്പറേഷനിലൂടെ സഹകരണ മേഖലയുടെ വികസനത്തിന് പുതിയ കുതിപ്പ് ലഭിച്ചു. സഹകരണ മന്ത്രാലയം സഹകരണ പഞ്ചസാര മില്ലുകൾ ശക്തിപ്പെടുത്തുന്നതിനായി NCDCക്ക് 1000 കോടി രൂപയുടെ ഗ്രാന്റിന് അംഗീകാരം നൽകി. ഈ ഗ്രാന്റിന്റെ സഹായത്തോടെ സഹകരണ പഞ്ചസാര മില്ലുകൾക്ക് ഉചിതമായ നിരക്കിൽ 10,000 കോടി രൂപ വരെ അധിക അനുമതി നൽകാൻ NCDCക്ക് കഴിയും. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി മുഖേന 1100 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ FPO രൂപീകരിക്കുന്നതിനുള്ള നിർവഹണ ഏജൻസിയായി NCDCയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ 1100 FPOകളുടെ രൂപീകരണവും പ്രമോഷനും
പാക്സ് ശക്തിപ്പെടുത്തുന്നതിലൂടെ നടക്കും. മൾട്ടി പർപ്പസ് പാക്സ്, ഡയറി, ഫിഷറീസ്, പ്രാഥമിക സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് PMU NCDC സ്ഥാപിച്ചു കഴിഞ്ഞു. സഹകരണ മേഖലയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതിക്ക് കീഴിൽ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ഏജൻസിയായി NCDC നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. CGTMCEയുടെ പദ്ധതിயின் കീഴിൽ NCDC ഇപ്പോൾ അംഗത്വ ക്രെഡിറ്റ് സ്ഥാപനമായി എൻറോൾ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ സഹകരണ സംഘങ്ങൾക്ക് പണയരഹിത വായ്പയുടെ പ്രയോജനം ലഭിക്കും. ആഴക്കടൽ ട്രോളറുകളുടെ ധനസഹായം മഹാരാഷ്ട്രയിൽ 14 ആഴക്കടൽ ട്രോളറുകൾ വാങ്ങുന്നതിന് 11.55 കോടി രൂപയും ഗുജറാത്തിൽ 30 ആഴക്കടൽ ട്രോളറുകൾ വാങ്ങുന്നതിന് 14.40 കോടി രൂപയും ധനസഹായമായി അനുവദിച്ചു. NCDC 2 പുതിയ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ദീർഘകാല വായ്പ നൽകുന്നതിനും സഹകരണ വായ്പാ സംഘങ്ങൾ വഴി വനിതാ സ്വയം സഹായ സംഘങ്ങൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി NCEL, NCOL, BBSSL എന്നീ 3 മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ പ്രൊമോട്ടർ കൂടിയാണ്. ഇപ്രകാരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ NCDC അതിന്റെ വിതരണ ലക്ഷ്യം 3 ലക്ഷം കോടി രൂപയിലേറെയായി വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുന്നതോടൊപ്പം സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് സഹകാർ.